ഹായ്, എല്ലാവർക്കും മലയാളിവിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഒപ്പം വന്നിരിക്കുന്നതാണ്. എനിക്ക് അനുഭവമുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും അത് നിങ്ങളോട് പറയുവാനും വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വന്നേക്കുന്നത്. എനിക്കിന്നൊരു അനുഭവം ഉണ്ടായി. ഞാനിന്നൊരു ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഓരോ ബസ്സിനകത്തോട്ടും വരുന്ന ബസ്സിനകത്തുനിന്നും ഒരാൾ കയറുക. ഒരു പ്രായമായ ഒരു സ്ത്രീ, പ്രായമാറിയെന്ന് പറഞ്ഞാൽ വയസ്സായി അങ്ങ് തീരെ ഇരിക്കുന്നതല്ല, ഒരു മിഡിൽ ഏജ്. ആ സ്ത്രീ കയറുക, എല്ലാവരുടെ ഇടയിലോട്ട് നൂണ്ട് തുഴഞ്ഞ് അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ട് കുറച്ച് ചില്ലറ കയ്യിലുണ്ടാവും. ആ കയ്യിലെ കാശ് കൊണ്ടിട്ട് എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ കാണിക്കും. എല്ലാവരും പരസ്പരം തിരിഞ്ഞൊന്ന് നോക്കും. അപ്പോൾ അടുത്തിരിക്കുന്ന ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ, അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ആൾക്കാർ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിച്ച് മറ്റുള്ളവർ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ കൊടുത്തില്ലെങ്കിൽ എന്താവും എന്നുള്ളതൊക്കെ ചിന്ത കൊണ്ടിട്ടായിരിക്കാം ആരെങ്കിലും ഒരാൾ കൊടുത്തു തുടങ്ങുമ്പോൾ അവർ കൊടുത്തല്ലോ, അപ്പോൾ എനിക്ക് കൊടുത്തില്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞ് കൊടുക്കും. അങ്ങനെ അതിനകത്തിരിക്കുന്ന ആൾക്കാരെല്ലാവരും എന്തെങ്കിലും ഈ ബസ്സിൽ നിന്ന് ചില്ലറ കിട്ടിയതോ അല്ലെങ്കിൽ ചില്ലറ അവരുടെ ഉള്ളതോ അല്ലെങ്കിൽ പേഴ്സിൽ നിന്ന് എടുത്തോ എന്തെങ്കിലും ആയിട്ടൊക്കെ അവർക്ക് അങ്ങ് കൊടുക്കും. അത് അവർക്കൊരു പ്രചോദനമാണ്. നാളെയും വന്ന് നമ്മുടെ മുമ്പിലേക്ക് കൈനീട്ടാനുള്ളൊരു പ്രചോദനമാണ് നമ്മൾ ആ കൊടുക്കുന്നത്. ഒരു പ്രാവശ്യം നമ്മൾ കൊടുത്തു, 2 പ്രാവശ്യം കൊടുത്തു, 3 പ്രാവശ്യം, ജീവിതകാലം മുഴുവനും നമുക്കങ്ങനെ കൊടുക്കാനായിട്ട് പറ്റുമോ? അപ്പോൾ അത് നമ്മളെ ചൂഷണം ചെയ്യുന്നതാണ്, നമ്മളെ മുതലെടുക്കണതാണ് അവർ. അപ്പോൾ അങ്ങനെ തന്നെ അവർ കുറച്ച് ദൂരം പോയി കഴിയുമ്പോഴത്തേക്ക് അടുത്ത സ്റ്റോപ്പിൽ അവർ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പുറകെ വരുന്ന ബസ്സിനകത്ത് കയറും. ആ ബസ്സിനകത്തു നിന്നും ഇതേപോലെ കാണിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്റ്റോപ്പ് എത്തിക്കഴിയുമ്പോഴത്തേക്ക് അവിടെ ഇറങ്ങും. അത് കഴിഞ്ഞ് പിന്നെയും പുറകിലത്തെ ബസ്സിൽ. ഇത് സ്ഥിരം ആയിട്ട് ഞാൻ കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ പറയണത്. അപ്പോൾ അധ്വാനിച്ച് ജീവിക്കാൻ, അപ്പോൾ കയറി കഴിയുമ്പോഴത്തേക്കാണ് എൻ്റെ ഈ ഒരു ഭാഗം മാത്രം പൊള്ളിയിരിക്കുന്നു, എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല, അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത് കൈയിട്ട്. ഞാൻ പറയണേ, നമ്മൾ ഒരു ദിവസം കൊടുത്ത ഒരാൾക്ക് പിറ്റേ ദിവസവും അതേപോലെ തന്നെ കൊടുക്കുമോ? നിങ്ങളാരെങ്കിലും കൊടുക്കുമോ? 2 ദിവസം കൊടുത്തെന്ന് വിചാരിച്ചോട്ടെ, 3 ദിവസം അടുപ്പിച്ച്, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ, അല്ലെങ്കിൽ ഈ ബസ്സിൽ കയറുമ്പം നമ്മൾ ഇങ്ങനെ ചോദിച്ച് കൊടുക്കുമോ? അപ്പം നമ്മളെ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ഇതേ സ്ത്രീ തന്നെ കയറി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്തിരുന്നവരോട്, നിങ്ങൾ കൊടുക്കരുത് കേട്ടോ, അവർ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഈ ബസ്സിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു, ഞാനെന്തോ ആവശ്യത്തിന് പോയതാണ്. അവർ സ്ഥിരമായിട്ട് കയറുന്ന ഒരു ലേഡിയെ ഇതേപോലെ എല്ലാവരുടെയും മുമ്പിൽ കൈ നീട്ടി കഴിഞ്ഞിട്ട് അവരത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ലൊരു കളക്ഷനാവും. ഒരു ബിഗ് കളക്ഷനായി കഴിയുമ്പോഴത്തേക്ക് അത് ബസ്സുകാർക്ക് കൊടുത്തിട്ട് അവരുടെ നിന്ന് ചേഞ്ച് മേടിക്കുകയാണ്. ചേഞ്ച് കൊടുത്തിട്ട് അവർ നോട്ടായിട്ട് മേടിക്കുകയാണ്. ചേഞ്ചൊക്കെ ബസ്സുകാർക്ക് കൊടുക്കും, എന്നിട്ട് നോട്ടായിട്ട് മേടിച്ച് അവർ വെക്കുകയാണ്. അപ്പം നമ്മൾ തന്നെയാണ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ അതെന്തിനാണ് നമ്മളെപ്പോലെയുള്ള ആൾക്കാർ, അവർക്ക് 10 ലോട്ടറി എടുത്തിട്ട് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യം കാണാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഒരു ചെറിയ പെട്ടിക്കട ഇട്ടിട്ട് എന്തെങ്കിലും സാധനം ബുക്കായിട്ടോ, അങ്ങനെ ജോലി ചെയ്യാത്ത ആൾക്കാർ ജീവിക്കുന്നില്ലേ? 2 കൈയും 2 കാലും ഇല്ലാത്ത ഇന്നും ഒരു ബുക്കിനകത്ത് കണ്ടായിരുന്നു, കുട്ടി നല്ല അസലായിട്ട്, നമ്മുടെ കഴിവുകൾ നമുക്ക് എന്താണെന്ന് നമുക്ക് തന്നെ അറിയാൻ പാടില്ല. അപ്പോൾ ആ കഴിവുകളെല്ലാം നമ്മൾ മനസ്സിൽ വെച്ചിട്ട് നമുക്ക് 1 2 പ്രാവശ്യം മാത്രമേ എല്ലാവരുടെയും മുമ്പിൽ ചെന്ന് കൈനീട്ടാനൊരു മടിയുണ്ടാവുള്ളൂ. ഒരു പ്രാവശ്യം നമ്മളെല്ലാവരും 10 പേരുടെ മുമ്പിൽ ചെന്ന് ഒരു പ്രാവശ്യം കൈ നീട്ടിക്കഴിഞ്ഞാൽ 11ാമത്തെ പ്രാവശ്യം അറിയാണ്ട് ഒരാൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ കൈ നീട്ടിപ്പോവും. അങ്ങനെ ജീവിക്കണ കുറേ ആൾക്കാരുണ്ട്. പണിയെടുക്കാണ്ട് ഇങ്ങനെ കൈ നീട്ടി കാശ് മേടിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കരുത്. അവർക്ക് അതൊരു പ്രചോദനമാണ്. നാളെയും വന്ന് നമ്മുടെ മുമ്പിലേക്ക് കൈ നീട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമാണ് നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ദൈവത്തെ ഓർത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു ആണായിരുന്നു കയറിയത്. അയാളും ഇതേപോലെ പെണ്ണുങ്ങളുടെ ഇടയിലോട്ട് കയറിയിട്ട് ഇങ്ങനെ കൈയിട്ട് കാണിക്കുക. എന്നിട്ട് ഞാൻ വേഗം, അയാൾ അവിടെ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് ബസ്സുകാരുടെ അടുത്ത് ഞാൻ പറഞ്ഞ് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ച് അയാളെ നിർത്തുക. എന്ന് വെച്ചാൽ നമുക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഇയാൾ മാറിയാലാണ് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ ആൾക്കാർ അതുവഴി ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അതല്ലാണ്ട് വേറെ തരത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പ്രലോഭിപ്പിക്കരുത്, പ്രലോഭനത്തിൽ ചെന്ന് വീഴരുതെന്നാണ് ഞാൻ പറയണത്. അവരുടെ ആ എന്താ പറയുക, അങ്ങനെ കൈ നീട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നുള്ളൊരു വിചാരം അവർക്കുണ്ട്. ആ വിചാരം കൊടുക്കാണ്ടിരുന്ന് കഴിയുമ്പോഴത്തേക്കും അത് തോന്നില്ല. അപ്പോൾ പിന്നെ 10 പ്രാവശ്യം നീട്ടിക്കഴിയുമ്പോൾ 10 പേരും കൊടുക്കാണ്ടായിട്ടുണ്ടെങ്കിൽ 11ാമത്തെ പ്രാവശ്യം ആരുടെ അത് ചോദിച്ചിട്ട് കാര്യമില്ല, കിട്ടില്ല എന്നുള്ള വിചാരം വരും. ഇത് കൈ നീട്ടുമ്പോഴത്തേക്ക് കൈ നിറച്ചും കാശ് കിട്ടുന്നത് കാരണമാണ് നാളെയും നമ്മൾ അടുത്ത ബസ്സിൽ കയറുക. അത് നല്ലൊരു ഇതല്ലേ, അത് നോക്കുമ്പോഴത്തേക്ക് പണിയെടുക്കേണ്ട, എന്താ സുഖം, എല്ലാവരുടെയും മുമ്പിൽ ചെന്ന് ഇങ്ങനെ കൈ നീട്ടുക. ആവശ്യത്തിനുള്ള കാശ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരാ പണിയെടുക്കുന്നത്?
അപ്പം നമ്മളായിട്ട് അത് വളർത്തിക്കൊണ്ട് വരാണ്ടിരിക്കാനായിട്ട് എനിക്കുണ്ടായ അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ നമ്മൾ 10 രൂപ കൊടുത്തോ അല്ലെങ്കിൽ 10 പൈസ കൊടുത്തിട്ടോ അവരെ പ്രലോഭിപ്പിക്കരുത്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ. അതുകൊണ്ടിട്ട് പറയുകയാണ്, വീടുകളിലാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മുടെ വേളാങ്കണ്ണിയിൽ നേർച്ചയാണ്, അവിടെ നേർച്ചയാണ്. എനിക്ക് ഇങ്ങനെ ചില വേളാങ്കണ്ണിയിലെ 10 വീട് തെണ്ടിയിട്ട് ഞാൻ നേർച്ചയിട്ടേക്കാന്നും പറഞ്ഞും കൊണ്ടൊക്കെ ഓരോരുത്തരും നേർച്ചയിടുന്നുണ്ട്. അറിയാണ്ട് ഒരു ദിവസം ഇതേപോലെ ഒരാൾ വന്നിട്ട്, നല്ല ജെൻറ്റിൽമാൻ, പാൻറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് നല്ല ഒരു ജെൻറ്റിലായിട്ടുള്ള ഒരാൾ ജെൻറ്റിൽമാൻ വന്നിട്ട് ഇതേപോലെ ചോദിച്ചു. ഞാൻ എന്ത് മണ്ടിയാന്ന് നോക്കണം, ഞാൻ വാല് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാൾ ചേച്ചി എനിക്കിങ്ങനെ ഒരു നേർച്ചയാണ് തരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഒന്നും ഓർക്കുന്നില്ല, വേഗം തന്നെ വന്നിട്ട് നമ്മൾ കാശ് കൊടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞാണ് തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന്. എൻ്റെ തലയിൽ കൈവച്ചപ്പോൾ എനിക്കതിനകത്ത് നഷ്ടമൊന്നുമില്ലാത്തൊരു കാര്യമില്ലേ ആ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട്. അപ്പം ഞാൻ തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അകത്തോട്ടൊന്ന് കയറിക്കോട്ടെ, ആ ബൈബിളൊന്ന് എടുത്ത് വായിക്കാനായിട്ടെന്ന് പറഞ്ഞ്. അപ്പോഴും എനിക്കൊന്നും തോന്നിയില്ല, അത് നല്ല ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയത്. വേഗം ഞാൻ ബൈബിളെടുത്ത് ഒരു ഭാഗം എടുത്തിട്ട് വായിക്കാൻ പറഞ്ഞു. അത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കേ എൻ്റെ അനിയത്തി അവിടെ നിന്ന് കണ്ടുകൊണ്ട് വന്നു. അനിയത്തി ചോദിച്ച് എന്താ ഈ കാണിക്കണത്, ഇയാൾ പോയി. അപ്പോൾ ഇയാൾക്ക് കാശെടുക്കാൻ ഞാൻ പോയപ്പോൾ വീട്ടിലാരുമില്ല, പക്ഷേ ചേട്ടാ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ടാണ് ഞാൻ അകത്തോട്ട് കയറിയത്. അയാൾ വിചാരിച്ചോട്ടെ അകത്ത് ആളുണ്ടെന്ന് വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ച അകത്തോട്ട് കയറിയത്. അപ്പോൾ എൻ്റെ അനിയത്തി വന്നിട്ട് പറഞ്ഞു, ചേച്ചി എന്താ ഈ കാണിക്കുന്നത്, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം വായിക്കുക എടുക്കുകയൊക്കെ ചെയ്ത് നിന്നിട്ട് ഈ അബദ്ധം പറ്റാവോ? അപ്പോൾ ഇങ്ങനെയും കളിപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞ അറിയില്ലാണ്ട് ഞാൻ ചെയ്തു പോയി, എന്ത് പ്രേരണയിലാണെന്നറിയില്ല, അയാൾ ആ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തും പോയി, കാശും കൊടുത്തു പോയി. ഇനി ഞാനത് ഓർക്കാം. അപ്പോൾ എൻ്റെ അനുഭവം നിങ്ങളിലേക്ക് ഞാൻ പങ്കുവെച്ചതാണ്. ഇനി ആർക്കും ഇങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അനുഭവം എനിക്കുണ്ടായത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബൈ.